ശ്രീ മഹാഭാരതത്തിൽ വിരാടപർവത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിലെ ഗോഹരണം എന്ന് പറയുന്ന വളരെ വിസ്തരിച്ച് പറയുന്നതായ കഥാഭാഗം പാണ്ഡവന്മാരെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി കൗരവന്മാർ ചെയ്ത ഒരു വേലയായിരുന്നു വിരാട രാജാവിൻ്റെ പശുക്കളെ അപഹരിക്കുക എന്നുള്ളത്. ലക്ഷക്കണക്കിന് വരുന്ന പശുക്കളെ അപഹരിച്ചു. അവരെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ രണ്ട് യുദ്ധഭൂമികളിൽ വെച്ചാണ് പാണ്ഡവന്മാർ തോൽപ്പിച്ചത്. 4 പാണ്ഡവന്മാരും വിരാടനും ചേർന്ന് തകർത്തന്മാരെന്ന് പറയുന്ന കൗരവന്മാരെ സഹായിക്കാൻ വന്ന രാജസൈന്യത്തെയും മറുഭാഗത്ത് മറ്റൊരു ഭാഗത്തു കൂടി ഉത്തരനെ തേരാളിയാക്കിയിട്ട് ഉത്തരനെ സൂതനാക്കിയിട്ട് ബൃഹന്തളിയുടെ രൂപത്തിലുള്ള അർജുനനും യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൻ്റെ രോമഹർഷകമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിച്ചത്. എല്ലാം കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തി ഉത്തരനാണ് യുദ്ധം ജയിച്ചത് എന്ന് നിഷ്കളങ്കനായ വിരാട രാജാവ് വിചാരിക്കുന്നു. അദ്ദേഹം അത് തൻ്റെ മകനെ വിരോചിതമായ സ്വീകരണം നൽകി തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിയ സമയത്ത് ബൃഹന്തള അകത്തേക്ക് പ്രവേശിച്ചില്ല. കാരണം പ്രവേശിക്കാൻ ധർമ്മപുത്രർ തടസ്സം നിന്നു. വിരാട രാജാവ് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചു. ബൃഹന്തളയെ പ്രശംസിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു അക്രമം അദ്ദേഹം ചെയ്തത്. മൂക്കിൽ നിന്ന് രക്തം ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു, ഒഴുകുന്നുണ്ടായിരുന്നു. അത് ഭൂമിയിൽ പതിച്ചാൽ ആ നാട് നശിച്ചു പോകും എന്നുള്ളത് കൊണ്ട് പാഞ്ചാലിയെ സ്വർണ്ണപാത്രത്തിൽ ആ രക്തം ഏറ്റുവാങ്ങി. രക്തം നിന്ന സമയത്താണ് അർജുനനും അകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അവിടെ ആ ഉത്തരനെയും ബൃഹന്തളയെയും കണ്ട് വളരെ സന്തോഷിച്ച വിരാട രാജാവ് ഉത്തരനെ വാതോരാതെ പ്രശംസിക്കാൻ തുടങ്ങി. ത്വയാ ദയാദവാനസ്മി കൈകേയി നന്ദവർദ്ധന, അല്ലയോ കൈകേയി പുത്രനായ ഉത്തര, നീ കാരണം എൻ്റെ ആ പരമ്പര അത് സമ്പന്നമായി തീർന്നു. ത്വയാമേ സദശപുത്രോ എന്ന ഭൂതോ എന്ന ഭവിഷ്യത്തി, നിനക്ക് സമനായിട്ടുള്ള ഒരു മകൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് സൂചിച്ചത്. ഒരു ലക്ഷ്യം വെച്ച് 1000 ലക്ഷ്യങ്ങളെ ഭേദിക്കുന്ന കർണൻ, അമാനുഷിക പ്രഭാവനായ ഭീഷ്മർ, കൃഷ്ണ കൗരവ്യ മുഖ്യന്മാർക്ക് ആചാര്യനായിട്ടുള്ള ദ്രോണർ, ഇവരൊക്കെ നീ എങ്ങനെയാണ് മോനെ ജയിച്ചത്, അതെനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരൻ യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും മുന്നിൽ വെച്ച് തന്നെക്കുറിച്ച് ഒരു കള്ളം പറയാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം അർജുനനാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരിക്കലും തൻ്റെ ആ ഒരു പ്രഭാവം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ സ്വയം പുകഴ്ത്താനുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ തന്നെ ഉപേക്ഷിച്ചത് പോലെയാണ്. അദ്ദേഹം സത്യം പറയാൻ അർജുനൻ വിലക്കിയത് കൊണ്ട് മാത്രം അദ്ദേഹം ഒരു അർദ്ധസത്യം പറയുകയാണ്. നമയാ നിർജിത ഗാവോ നമയാ നിർജിതാഹ പരേ കൃതം തത് സകലം തേന ദേവപുത്രേണ കേനചിൽ. അല്ലേ അച്ഛാ, ഞാൻ പശുക്കളെ ജയിച്ചിട്ടുമില്ല, ഞാൻ മറ്റു ശത്രുക്കളെയും ഞാൻ ജയിച്ചിട്ടില്ല. സകലവും ചെയ്തത്, ശത്രുക്കളെ ജയിച്ചതും പശുക്കളെ നേടിയതും ആ ഒരു ദേവപുത്രനാണ്, ദേവകുമാരനാണ്. യുദ്ധത്തിന് ചെന്നിട്ട് പേടിച്ച് ഓടുന്ന എന്നെ പുറകെ ഓടി വന്ന് പിടിച്ചു നിർത്തുകയും വജ്രസംഹനനായ, വജ്രം പോലെ കഠിന ശരീരമുള്ളവനായ ആ വീരപുരുഷൻ, ആ ദേവകുമാരൻ യുദ്ധത്തിലെ കൗരവന്മാരെ മുഴുവൻ തോൽപ്പിക്കുകയുമായിരുന്നു. തസതത് കർമ്മ വീരസ്യ നമയാ താതൃതം, ഈ മഹത്തായ കർമ്മം, ഘോരമായ കർമ്മം ആ വീരപുരുഷന്റെ കർമ്മമാണ്, ഞാൻ ചെയ്ത കർമ്മമല്ല അച്ഛാ. യുദ്ധത്തിൽ തോറ്റ് പലായനം ചെയ്യുന്ന ദുര്യോധനനെ വിളിച്ചുകൊണ്ട് ആ യുവാവ് പറഞ്ഞു, ഹസ്തനപുരിയിൽ ദുര്യോധന, നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാകില്ല, നീ രക്ഷ നേടാൻ, പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഓടിക്കൊള്ളൂ, നിനക്ക് എവിടെയും രക്ഷ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ചപ്പോൾ അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അവിടെ കണ്ടത് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത യുദ്ധമായിരുന്നു. 6 മഹാരഥന്മാർ, ദ്രോണര്, ഭീഷ്മര്, കൃപര്, അശ്വത്ഥമാവ്, കർണൻ, ദുര്യോധന മുതലായിട്ടുള്ള എല്ലാ 6 പേര് വളഞ്ഞു നിന്നുകൊണ്ട് ആ യുവാവിനെ നേരിട്ടു. ആ ഷഡ്രഥന്മാരെ മുഴുവനും ഏകേന തേന വീരേണ ഷഡ്രഥാഹ പരിനിർജിതാഹ, ഒറ്റക്ക് ഈ വീരപുരുഷൻ ജയിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. വിരാടൻ പറഞ്ഞു, ആ ദേവപുത്രൻ എവിടെയുണ്ട്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഉത്തരൻ പറഞ്ഞു, അദ്ദേഹം അപ്പോൾ തന്നെ അന്തർധാനം ചെയ്തു. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അങ്ങയുടെ മുന്നിൽ വീണ്ടും പ്രാദുർഭാവം ചെയ്യും, വീണ്ടും പ്രത്യക്ഷപ്പെട്ടേക്കും എന്ന് പറഞ്ഞ് തൽക്കാലം വിരാടനെ അങ്ങനെ ആശ്വസിപ്പിച്ചു. വിരാടൻ്റെയും മറ്റും അനുവാദം വാങ്ങി അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ നിന്നും അപഹരിച്ച ശത്രുക്കളുടെ വസ്ത്രങ്ങൾ, വളരെ പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ
അദ്ദേഹത്തിൻ്റെ മകളായ വിരാടൻ്റെ മകളായ ഉത്തരയ്ക്ക് സമ്മാനമായിട്ട് നൽകി. അവൾ അത് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് രാജാവ് പോയതിനു ശേഷം ഉത്തരനും പാർത്ഥനും മാത്രം യുധിഷ്ഠിരനുമായിട്ട് രഹസ്യ സംഭാഷണം ചെയ്തു. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പഴയ രൂപത്തെ പ്രകടമാക്കണം, സ്വയം പരിചയപ്പെടുത്തണം, അജ്ഞാതവാസം അവസാനിപ്പിക്കുന്ന സമയമായി എന്ന് അർജുനൻ അദ്ദേഹത്തെ ഉണർത്തിച്ചു. അങ്ങനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ വേണം എന്ന കാര്യം ഉത്തരനും അർജുനനും യുധിഷ്ഠിരനും കൂടി രഹസ്യമായി ചർച്ച ചെയ്ത് ഉറപ്പിച്ച് വ്യവസ്ഥ ചെയ്യുകയും നാടകീയമായ രീതിയിൽ വേണം അത് രാജാവിനെ ധരിപ്പിക്കാൻ എന്നുകൂടി അവർ തീരുമാനിച്ചു. അതൊരു കൗതുകത്തിന് വേണ്ടി, രാജാവിൽ കൗതുകം ഉണ്ടാകാൻ വേണ്ടി മാത്രമായിരിക്കണം അങ്ങനെ തീരുമാനിച്ചത് എന്ന് കരുതണം. മൂന്നാം ദിവസം അന്ന് കഴിഞ്ഞ് മൂന്നാം ദിവസം 5 പാണ്ഡവന്മാരും പ്രഭാതത്തിൽ സ്നാനം ചെയ്ത് ശുക്ലവസ്ത്രം, വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് സർവാഭരണ ഭൂഷിതന്മാരായി യുധിഷ്ഠിരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിരാടന്റെ സഭയിലേക്ക് ആരുടെയും അനുവാദമില്ലാതെ പ്രവേശിക്കുകയും സഭയിൽ കയറിയ ശേഷം രാജാക്കന്മാർ ഇരിക്കുന്ന സിംഹാസനങ്ങളിൽ 5 പേരും ഇരിക്കുകയും ചെയ്തു. ജ്വലിക്കുന്ന യാഗാഗ്നികൾ പോലെ 5 അഗ്നികൾ പോലെ അവർ വിരാടന്റെ സഭയിൽ ശോഭിച്ചു. പതിവ് പോലെ വിരാട് രാജാവ് തൻ്റെ രാജ്യകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഭയിലേക്ക് പ്രവേശിച്ചതും അഗ്നി പോലെ ജ്വലിക്കുന്ന ഈ 5 അതുല്യ പ്രഭാവന്മാരായ പാണ്ഡവന്മാരൊക്കെ ഉണ്ട്. ആദ്യം ഞെട്ടുകയും പിന്നെ എന്തോ ചിന്തിക്കുകയും പിന്നീട് ഉണർന്നു വന്ന രോഷം, ക്രോധം സഹിക്കാൻ പറ്റാതെ കങ്കനോട് പറയുകയാണ്, കേവലം ഒരു സഭാസ്ഥാനനായ ചൂതുകളിക്കാരനായ നീ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് അധികാരത്തിലാണ് രാജാസനത്തിൽ കയറിയിരിക്കുന്നത്? എന്തൊരു തെമ്മാടുത്തമാണിത് എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ മറുപടി പറയുക, ചിരിച്ചുകൊണ്ട് സൗമ്യനായിട്ട് അർജുനൻ മറുപടി പറഞ്ഞു, ഇന്ദ്രസ്യ അർദ്ധാസനം രാജൻ അയമാരോഢുമർഹതി ബ്രഹ്മണ്യശ്രുതവാം ത്യാഗി യജ്ഞശീലോ ദൃഢവ്രത. ഈ മഹാരാജാവ് ഇന്ദ്രന്റെ അർദ്ധാസനം പോലും അതിൽ പോലും ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ്. ഇദ്ദേഹം ബ്രാഹ്മണ ഭക്തനാണ്, ശാസ്ത്രജ്ഞാനിയാണ്, ത്യാഗിയാണ്, യജ്ഞം ചെയ്യുന്നത് ശീലമാക്കിയിട്ടുള്ളവനാണ്, ദൃഢമായ വ്രതങ്ങൾ എടുത്തവനാണ്. ഏഷ വിഗ്രഹവാൻ ധർമ്മ ഏഷ വീര്യവതാം വര ഏഷ ബുദ്ധ്യാധികോ ലോകെ താപസാം ച പരായണം. രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ രാമനെക്കുറിച്ച് പറഞ്ഞ ഏഷ രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ ധർമ്മത്തിന്റെ മൂർത്തിഭാവമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മഹാഭാരതത്തിൽ പ്രസിദ്ധമായ ഈ വാക്യം, ഈ യുധിഷ്ഠിര മഹാരാജാവ് ആരാണ്? ധർമ്മത്തിന്റെ മൂർത്തിഭാവമാണ്, ധർമ്മവിഗ്രഹമാണ്, വീരന്മാരിൽ വെച്ച് വീരനാണ്, ബുദ്ധി കൊണ്ട് ലോകത്തിൽ ഒന്നാമനാണ്, തപസ് കൊണ്ടും ഇദ്ദേഹത്തെ പോലെ മറ്റാരുമില്ല. ദേവന്മാര്, അസുരന്മാര്, മനുഷ്യന്മാര്, രാക്ഷസന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, യക്ഷന്മാര്, ഉരകങ്ങൾ, ഇവർക്കൊന്നും അറിയാത്ത ശാസ്ത്രവും ഇവർക്കൊന്നും അറിയാത്ത ദിവ്യമായ അസ്ത്രങ്ങളും പഠിച്ചവനാണ് ഈ മഹാത്മാവ്. ദീർഘദർശി മഹാതേജ പൗരജാനപദപ്രിയ പാണ്ഡവാനാം അതിരഥോ യജ്ഞധർമ്മപരോ വശി. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ അർജുനൻ പറയുകയാണ്. മഹർഷികൽപ്പോ രാജർഷി, ഇദ്ദേഹം മഹർഷിക്ക് സമാനനാണ്. സർവലോകേഷു വിശ്വത, സർവലോകങ്ങൾക്കും പരിചയമുള്ളവരാണ്, പേരുകെട്ടവനാണ്. അയം കുരൂണാം ഋഷഭോ ധർമ്മരാജോ യുധിഷ്ഠിര, കുരുക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മരാജാവായ യുധിഷ്ഠിരനാണ് ഇദ്ദേഹം. 30,000 സ്വർണ്ണരഥങ്ങൾ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 8 മഹാന്മാരായ സൂതന്മാർ അദ്ദേഹത്തിനുണ്ട്. 18,000 സ്നാതകന്മാരായ ആളുകളെ, ഉപരിപഠനം ചെയ്യുന്ന ബ്രാഹ്മണ വിദ്യാർത്ഥികളെ അദ്ദേഹം നിത്യവും ഭക്ഷണം കൊടുത്ത് അവർക്ക് ഉപജീവനത്തിനുള്ളത് നൽകി വരുന്ന ആളാണ്. ഏഷ വൃദ്ധാൻ അനാഥാം ച പങ്കൂൻ അന്ധാം ച മാനവാൻ പുത്രവത് പാലയാമാസ പ്രജാധർമ്മേണ വൈ വിഭു എന്ന് മാത്രമല്ല, ഇദ്ദേഹം വൃദ്ധന്മാർക്കും അനാഥന്മാർക്കും മുടന്തന്മാർക്കും അന്ധന്മാർക്കും ദീനന്മാരായ മറ്റു മനുഷ്യർക്കും അദ്ദേഹം പുത്രന്മാർക്ക് അച്ഛൻ നൽകുന്ന വാത്സല്യവും സ്നേഹവും കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്ന, അവരെ സഹായിക്കുന്ന ധർമാത്മാവായിട്ടുള്ള രാജാവാണ് ഇദ്ദേഹം. യുധിഷ്ഠിര മഹാരാജാവ് കേവലം ബ്രാഹ്മണ ഭക്തൻ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് എല്ലാവിധം തരത്തിൽ സഹായം ചെയ്യുന്ന ദീനജന പരിപാലകൻ കൂടിയാണ് എന്ന് അവിടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വിരാടൻ പറഞ്ഞു, ഇയാൾ യുധിഷ്ഠിരനാണെങ്കിൽ അർജുനൻ എവിടെ, ഭീമൻ എവിടെ, നകുല സഹദേവന്മാരെവിടെ, പാഞ്ചാലി എവിടെ, അവരെ കൂടി വേണ്ടേ? അർജുനൻ പറഞ്ഞു, അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന സൂതൻ, വല്ലവൻ എന്നു പേരുള്ള സൂതൻ അങ്ങയുടെ പാചകക്കാരൻ, അദ്ദേഹം ഭീമനാണ്. ക്രോധവശന്മാരെന്ന് പറയുന്ന ഗന്ധർവന്മാരെ കൊന്ന് സൗഗന്ധികം പാഞ്ചാലിക്ക് വേണ്ടി അപഹരിച്ചവനും അങ്ങയുടെ കീചകന്മാരെ നിഷ്കരുണം കൊന്നൊടുക്കിയതും ആ ഭീമസേനനാണ്. അശ്വബന്ധം ചെയ്യുന്ന അങ്ങയുടെ ആ കുതിരകളെ നോക്കുന്നവൻ നകുലനാണ്. അതുപോലെ ഗോസംഖ്യകനായിട്ടുള്ള ആ യുവാവ് സഹദേവനാണ്. പിന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന ഈ സൈരന്ധ്രി, യേഷാ പത്മപലാശാക്ഷി സുമധ്യ ചാരുഹാസിനി സൈരന്ധ്രി ദ്രൗപദി രാജൻ യസ്യാർത്ഥേ കീചകാഹതാഹ. ഈ
പത്നാക്ഷിയായ പത്മലോചനയായ സുമധ്യമയായ മനോഹരമായി പുഞ്ചിരിക്കുന്ന ഈ സൈരന്ധ്രി, ഇവൾ ദ്രൗപദിയാണ്, ഇവൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ കീചകന്മാർ കൊല്ലപ്പെടുകയും ചെയ്തത്. അങ്ങനെ 5 പാണ്ഡവന്മാരെയും പാഞ്ചാലിയെയും പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അർജുനോഹം മഹാരാജ രക്തം തേ ശ്രോത്രമാഗത, എന്നെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അർജുനനാകുന്നു. അങ്ങയുടെ കൊട്ടാരത്തിൽ ഞങ്ങൾ 6 പേരും സുഖമായി അജ്ഞാതവാസകാലം കഴിച്ചുകൂട്ടി. ഗർഭവാസ ഇവ പ്രജാഹ, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് സുരക്ഷിതമായി കഴിയുന്നത്, ആരും അറിയാതെ ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരൻ തുടർന്ന് യുധിഷ്ഠിരനെക്കുറിച്ചും അർജുനന്റെ വീരപരാക്രമങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു. യുദ്ധത്തിൽ അദ്ദേഹം കാണിച്ച അത്ഭുത പരാക്രമത്തെ പറഞ്ഞു. ഓരോ പാണ്ഡവനെയും അദ്ദേഹം അവരുടെ വീരശൗര്യങ്ങൾ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരൊക്കെ തന്നെ പൂജ്യന്മാരാണ് അച്ഛ. പശുക്കളെ ഗോക്കളെ നമുക്ക് നേടിത്തന്നത് ഇവർ തന്നെയാണ്. വിരാടൻ പറഞ്ഞു, ഞാൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് ബന്ധസ്ഥനായപ്പോൾ എന്നെ രക്ഷിച്ചത് വല്ലവൻ എന്ന് പറയുന്ന ഈ ഭീമസേനനാണ്. അദ്ദേഹത്തോട് ഞാനും കടപ്പെട്ടിരിക്കുന്നു. പശുക്കളെയും അവർ ജയിച്ചു. ഞാൻ ഇവരൊക്കെ ഞാൻ ആദരിക്കുന്നുണ്ട്, സമ്മാനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചെയ്ത കുറ്റങ്ങൾ പൊറുക്കമാറാകണം, ക്ഷമിക്കണം എന്ന് കൂടി പാണ്ഡവന്മാരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രാജ്യവും കോശവും ദണ്ഡവും പുരവും മുഴുവനായി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ വിരാട് രാജ്യം ച സർവം വിസർജ തസ്മൈ സദണ്ഡകോശം സപരം മഹാത്മാ. കാരണം യുധിഷ്ഠിര മഹാരാജാവ് ഈ രാജ്യസൂയം ചെയ്യുമ്പോൾ ഇവരൊക്കെ ജയിച്ച് കപ്പം നേടുകയും വിരാട രാജ്യത്തെയും ജയിച്ച് അവരുടെ കൂടി രാജാധിരാജനായിട്ട് ഇരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് സിംഹാസനത്തിൽ ചോദിക്കാതെ കയറിയിരിക്കാൻ യുധിഷ്ഠിരന് അധികാരമുണ്ട്. ഒരു ഹെഡ്മാസ്റ്റർ ഓഫീസിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ നേരത്തെ വന്ന എഇഒ അല്ലെങ്കിൽ ഡിഇഒ വന്നിട്ട് ആ കസേരയിൽ കയറിയിരുന്നാൽ എളിഭ്യനായ ഹെഡ്മാസ്റ്റർ എന്ത് ചെയ്യും? ക്ഷമ ചോദിക്കുന്നേ പറ്റുള്ളൂ. അതുപോലെയാണ് യുധിഷ്ഠിര മഹാരാജാവ് സഭയിൽ കയറി വന്ന് സിംഹാസനത്തിൽ ഇരുന്നത് എന്നുള്ളതാണ്. അവരൊക്കെ അദ്ദേഹം ആദരിച്ചു. തൻ്റെ തന്നേക്കാൾ പ്രായം കുറഞ്ഞ പാണ്ഡവന്മാരെ അദ്ദേഹം ആശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളായ ഉത്തരയെ ഞാൻ അർജുനന് വിവാഹം ചെയ്ത് നൽകാം, അതുകൂടി നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ധർമ്മപുത്ര ആ സമയത്ത് അർജുനനെ നോക്കി. അപ്പോൾ അർജുനൻ ധർമ്മോചിതമായ വാക്യം പറഞ്ഞു, ഞാൻ ഉത്തരയെ സ്നുഷയായി, അതായത് പുത്രവധുവായിട്ട്, പുത്രന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു കൊള്ളാം. യുക്തശ്ചാവാം ഹി സംബന്ധോ മത്സ്യഭാരതയോരവി, മത്സ്യന്മാരും ഭാരതന്മാരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കട്ടെ, അത് ഞങ്ങൾക്ക് ഉചിതമായി തോന്നുന്നു. വിരാടൻ പറഞ്ഞു, ഞാൻ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ മകളെ പുത്രവധുവായിട്ട് സ്വീകരിക്കുന്നത്? ഞാൻ തന്ന സമ്മാനം എന്താണ് അങ്ങ് സ്വീകരിക്കാത്തത്? അർജുനൻ പറഞ്ഞു, ഞാൻ അന്തഃപുരത്തിൽ എന്നും ഉത്തരയെ കണ്ടു 1 വർഷക്കാലം. അവൾ എന്നോട് സ്വന്തം അച്ഛനോടെന്ന പോലെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുകയുണ്ടായി. രഹസ്യം ച പ്രകാശം ച വിശ്വസ്ത പിതൃവന്മയി, അച്ഛനോടും അമ്മയോടുമാണ് ഒരു പെൺകുട്ടി സാധാരണ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക. അങ്ങനെ വിശ്വസ്തയോടുകൂടി തുറന്നു പറഞ്ഞതോടുകൂടി എനിക്ക് അവളിൽ പുത്രീ നിർവിശേഷമായ ഒരു സ്നേഹമാണ് വളർന്നു വന്നത്. അതുപോലെ അവൾ ആചാര്യനെ പോലെ അവളെ നൃത്തവും പാട്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ആചാര്യ സ്വരൂപത്തിലും അവൾ എന്നെ ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തു. എന്ന് മാത്രമല്ല, പ്രായപൂർത്തിയായ അങ്ങയുടെ മകളുടെ കൂടെ ഞാൻ 1 വർഷം കഴിഞ്ഞുകൂടി. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ് അർജുനനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വിവാഹം ചെയ്താൽ ആളുകൾ പറയും ഇവർ തമ്മിൽ എന്തോ രഹസ്യബന്ധം മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയും. വിവാഹശേഷമാണെങ്കിൽ പോലും കന്യകയായിരുന്ന ഉത്തരയെക്കുറിച്ച് ആളുകൾ അപവാദം പറയും, എന്നെക്കുറിച്ചും അപവാദം പറയും. ആ അപവാദം ഒരിക്കലും എനിക്ക് സ്വീകാര്യമല്ല. ആളുകൾ അത് തെറ്റിദ്ധരിക്കും. മരുമക്കളായി സ്വീകരിക്കുന്നതോടുകൂടി എൻ്റെ ശുദ്ധിയും ജിതേന്ദ്രിയത്വവും ചാരിത്രവും നിലനിൽക്കുകയും എൻ്റെ യശസ്സിന് കളങ്കം ഏൽക്കാതിരിക്കുകയും ചെയ്യും. ഇവളുടെ ചാരിത്രം എനിക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പുത്രവധുവായിട്ട് സ്വീകരിക്കാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. മിഥ്യാപവാദം ഒരിക്കലും എനിക്ക് സ്വീകാര്യവുമല്ല. എൻ്റെ മകൻ എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ശൂരനാണ്. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വശ്രീയനാണ്, മരുമകനാണ്. ദേവശിശു പോലെ ദിവ്യനാണ്, ചക്രഹസ്തനാണ്, കയ്യിൽ ചക്രത്തിന് ചിഹ്നമുള്ളവനാണ്, സർവ അസ്ത്രകുശലനാണ്. അങ്ങനെയുള്ള അഭിമന്യു ഇവളെ വിവാഹം ചെയ്യട്ടെ എന്ന് അർജുനൻ പറഞ്ഞു. അത് വിരാട രാജാവിനും വളരെയധികം സ്വീകാര്യവുമായി തീർന്നു. വിരാട രാജാവ് സന്തോഷിച്ചു, അഭിമാനിച്ചു. യുധിഷ്ഠിരൻ ഉടനെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചു. ഭഗവാൻ അഭിമന്യു സമേതനായിട്ട് എല്ലാ യാദവന്മാരെയും കൂട്ടിക്കൊണ്ട് തന്നെ വരികയും വിരാട രാജാവിൻ്റെ ഉപപ്ലാവ്യം എന്ന് പറയുന്നതായ സ്ഥലത്ത് അവർ വന്ന് തമ്പടിക്കുകയും ചെയ്തു. യുധിഷ്ഠിരന്റെ അടുത്ത മിത്രങ്ങളായ കാശിരാജാവും ശൈബ്യനും അക്ഷോഹിണി സമേതമായിട്ട് അക്ഷോഹിണി പടയോടുകൂടി വന്ന് ആ ആഘോഷത്തിൽ പങ്കെടുത്തു. അതുപോലെ ദ്രുപദ മഹാരാജാവ്, ദ്രൗപദിയുടെ അച്ഛൻ, അക്ഷോഹിണി പടയോടുകൂടി അവിടെ വന്നു ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ.
എല്ലാവരും അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തു. ശ്രീകൃഷ്ണനും യാദവന്മാരും പാണ്ഡവന്മാർക്ക് നിരവധി സമ്മാനങ്ങൾ കൊടുത്തു. അവിടെ ഗീതവും നൃത്തവും വാദിത്രവുമായിട്ട് അതിഗംഭീരമായ ആഘോഷമുണ്ടായി. അങ്ങനെ ഉത്തരയും അഭിമന്യുവും വിവാഹമംഗളത്തിൽ പങ്കെടുത്ത് വിവാഹം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീർന്നു. ഇതാണ് ഈ വിരാട പർവ്വത്തിൻ്റെ സമാപനത്തിൽ പറയുന്നത്. വിരാട പർവ്വത്തെ സമാപിച്ചുകൊണ്ട് ഉപസംഹരിച്ചുകൊണ്ട് അവിടെ വ്യാസൻ ഈ ഈ വിരാട പർവ്വത്തിൻ്റെ ശ്രവണഫലം എന്താണ് എന്ന് പറയുന്നുണ്ട്. ആദി വ്യാധി ഭയം പോകും എന്നാണ് ഒരു ഫലം. സങ്കടമോചനമുണ്ടാകും, സുഭിക്ഷമുണ്ടാകും, പുണ്യമുണ്ടാകും, ആരോഗ്യമുണ്ടാകും, പാപനാശമുണ്ടാകും, ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. ഈ ഫലങ്ങൾ കിട്ടണമെങ്കിൽ, പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ എങ്ങനെ ഇതിനെ ഉപാസിക്കണം? ഈ വിരാടപർവം പാരായണം ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം ബ്രാഹ്മണർക്ക് സ്വർണം, ധാന്യം, വസ്ത്രം, പശുക്കൾ എന്നിവ ദാനം ചെയ്യുക. അതുപോലെ ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണർക്ക് ഭോജനം നൽകുക. പായസം ചേർത്തും നെയ്യ് ചേർത്തുമുള്ള ഭോജനം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി ആ കർമ്മം പൂർത്തിയാകും. അങ്ങനെ ഈ പറഞ്ഞ സത്ഫലങ്ങൾ പൂർണ്ണമായിട്ട് നേടാൻ സാധിക്കും എന്നുള്ള ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് വിരാടപർവം സമാപിക്കുന്നത്. കഴിഞ്ഞ പർവ്വങ്ങൾ ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, മഹാഭാരതം എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 4 പർവ്വങ്ങൾ ഇവിടെ പൂർത്തിയാക്കി. അത് തീർച്ചയായിട്ടും ശ്രോതാക്കളുടെ അകമഴിഞ്ഞ സഹകരണവും ഈ ചാനലിനോട്, മഹാഭാരത ഹൃദയം എന്ന് പറയുന്ന ഈ പ്രഭാഷണ പരമ്പരയോട് നിരവധി സജ്ജനങ്ങൾ കാണിച്ച സ്നേഹവും അതുപോലെ സൗഹാർദ്ദവും അതുപോലെ പ്രോത്സാഹനവുമാണ് ഇതിനെ മുന്നോട്ട് നയിക്കുന്നത്. ധാരാളം ആളുകളിലേക്ക് ഈ കഥകളെ എത്തിക്കുക. മഹാഭാരതത്തിൽ ഒരിറ്റു പോലും വെള്ളം ചേർക്കാതെ വ്യാസൻ്റെ മൂലഗ്രന്ഥത്തെ അധ്യയനം ചെയ്ത് അതിലെ പ്രധാന ഭാഗങ്ങളൊന്നും വിട്ടുപോകാതെ തുടർച്ചയായിട്ട് അവതരിപ്പിക്കുകയാണ് ഈ ചാനലിലൂടെ, ഈ വ്യാസഹൃദയം എന്ന ചാനലിലൂടെ ചെയ്യുന്നത്. അതിൽ എല്ലാ സജ്ജനങ്ങളും തുടർന്നും സഹകരിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. മഹാഭാരതം അങ്ങനെ ലോകമാകെ പ്രചരിപ്പിക്കപ്പെടട്ടെ. സത്യസന്ധമായ മഹാഭാരതം പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഉദ്യോഗപർവത്തിലേക്ക് കടക്കാം. യുദ്ധോദ്യോഗപർവം, യുദ്ധത്തിന് വേണ്ടിയുള്ള ആ നടപടികൾ ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്.